യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 25-ാമത്തെ തിരുലിഖിതത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ ദൈവിക ഇടപെടലുകളുണ്ട്, സൗഖ്യമുണ്ട്. 1-2 വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എന്റെ പേര് മറിയാമ്മ. ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ എല്ലാ ഞായറാഴ്ചയും അഭിഷേകാഗ്നി ശുശ്രൂഷകളിൽ പങ്കുചേരുന്നുണ്ട്. 2008 നവംബർ 16-ാം തീയതി ഞായറാഴ്ച ഞാനും എന്റെ കുടുംബവും പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കുചേർന്നു. എന്റെ കാല് 10 വർഷത്തോളമായി പഴുത്ത് വ്രണം പിടിച്ചിരിക്കുകയായിരുന്നു. അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ഞാൻ യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ കാലിലെ വ്രണങ്ങൾ കരിഞ്ഞ് സൗഖ്യപ്പെട്ട് 10 വർഷമായി എത്ര മരുന്ന് പുരട്ടിയാലും വിട്ടുമാറാതിരുന്ന രോഗപീഠയാണ് അഭിഷേകാഗ്നി വചന ശുശ്രൂഷയുടെ സമയത്ത് എന്റെ കാലിൽ നിന്ന് കരിഞ്ഞുണങ്ങി വിട്ടുപോയത്. പിന്നീട് ഇന്ന് വരെ എന്റെ കാലിനെ രോഗപീഠ അലട്ടിയിട്ടില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിന് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പാലക്കാട് ജില്ലയിലുള്ള ഒറ്റപ്പാലം പ്രദേശത്തെ വാണിയംകുളം സ്ഥലത്തു നിന്നും അറിയാമ സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം പാലായിൽ നിന്ന് റോസമ്മ തോമസ് സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ 3 മാസമായി അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാൻ തുടങ്ങിയിട്ട് ഈ പരിപാടിയിൽ അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് മറ്റും ഞാൻ കണ്ടു. ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ ഉത്തരം ലഭിക്കുന്നത് ഞാൻ കേട്ടു. എന്റെ കൊച്ചുമകൻ നഴ്സറിയിൽ പോകാൻ മടിയുള്ളവനായിരുന്നു. അവന് 4 വയസ്സ് പ്രായം. തൊട്ടടുത്തുള്ള അംഗൻവാടി, കുറച്ചകലെയുള്ള പ്ലേ സ്കൂൾ, അതിനടുത്തുള്ള നഴ്സറി സ്കൂൾ എന്നിങ്ങനെ ഓരോ സ്ഥലത്തും മാറി മാറി വിട്ടു. എന്നാൽ ഒരിടത്തും അവൻ പോവുകയില്ല. രാവിലെ ഉണരുമ്പോൾ ഉടനെ പറയും, ഇന്ന് ഞാൻ പോവില്ല. നിർബന്ധിച്ചാൽ ഉടൻ കരച്ചിലും ഛർദിയും ബഹളവും പിടിവാശിയും ആരംഭിക്കും. അങ്ങനെ മടുത്ത് നഴ്സറിയിൽ വിടുന്നത് നിർത്തിവെച്ചു. 3 മാസമായി എവിടെയും പോകാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 ഒക്ടോബർ 21-ാം തീയതി അഭിഷേകാഗ്നി പരിപാടിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ മോനെ കൊണ്ടുവന്ന് അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് യേശുവിന്റെ നാമത്തിൽ വിടുതലിന് വേണ്ടി സമർപ്പിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ആഴ്ച തന്നെ ഞങ്ങളുടെ മകൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി കളിച്ചുകൊണ്ട് അടുത്തുള്ള കൂട്ടുകാരുടെ കൂടെ നഴ്സറി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഇന്നുവരെ അവൻ ദുർശാഠ്യം കാണിച്ചിട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിന് കോടാനുകോടി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കുക, ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ദുർപീഡയാൽ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. അവന് നല്ല ബുദ്ധി ലഭിക്കുന്നില്ല. ദുശാഠ്യങ്ങൾ അവനെ ബന്ധിക്കുക. കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. അഭിഷേക പ്രോഗ്രാമിന്റെ സമയത്ത് യേശു നാമ മഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവ കുടുംബത്തെ വിടുവിച്ച്. ഈ നിമിഷം അത്ഭുതങ്ങളുടെ നിമിഷമാണ്. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഏക മനസ്സോടെ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കുന്ന സമയമാണ്. മകനെ, മകളെ, കുഞ്ഞെ, യുവാവെ, യുവതി, നീ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നില്ലേ? നീ ഒരു ദൈവാനുഭവം ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ കരങ്ങൾ ഉയർത്തുക. വിശ്വാസത്തിന്റെ അഭിഷേകം ജ്വലിക്കട്ടെ. മനസ്സിന്റെ മന്ദത മാറട്ടെ. ഹൃദയത്തിന്റെ മരവിപ്പ് മാറട്ടെ. ആത്മീയ ബന്ധനങ്ങൾ അഴിയട്ടെ. എല്ലാ ഹൃദയങ്ങളും ഉണരട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തരും അവരവരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കട്ടെ. ദൂരെയുള്ളവർ ഈ പ്രോഗ്രാമിനോട് ഇപ്പോൾ മനസ്സുകൊണ്ട് ചേരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ലോകമെമ്പാടും ഇരുന്ന് അങ്ങയെ ആരാധിക്കുന്ന അങ്ങയുടെ വത്സല മക്കളിലേക്ക് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. സ്വർഗീയ ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. അത്ഭുതങ്ങൾ യേശുനാമ മഹത്വത്തിന് വേണ്ടി സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, വചനത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. കൃപയുടെ അഭിഷേകങ്ങൾ തുറക്കപ്പെടട്ടെ. ശുശ്രൂഷയുടെ കൃപകൾ തുറക്കപ്പെടട്ടെ. പുതിയ പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
പ്രിയപ്പെട്ട ദൈവമക്കളെ, യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 25-ാമത്തെ തിരുലിഖിതത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്ഥിരോത്സാഹത്തോടെ അതിൽ മുന്നേറാൻ, അതുവഴി നമുക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അത്യാവശ്യമാണ്. അത് ഏത് കാര്യത്തിനാണെങ്കിലും ഈ ഭൂമിയിൽ അങ്ങനെ തന്നെയാണ്. ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാളെ നിങ്ങൾ ചിന്തിക്ക്, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്ക്, അതുമല്ലെങ്കിൽ ഒരു കൃഷിക്കാരനെ കുറിച്ച് ചിന്തിക്ക്. റബ്ബർ നടന്നു, തെങ്ങ് നടന്നു, പിറ്റേ ദിവസം തന്നെ പ്രതിഫലം കിട്ടുന്നുണ്ടോ? തെങ്ങും തൈ നട്ടാൽ 5-6 വർഷം നന്നായിട്ട് പരിചരിച്ച് വളം കൊടുത്ത് വെള്ളമൊഴിച്ച് പൈസ മുടക്കി അതിനെ നന്നായി പരിചരിച്ചു കഴിഞ്ഞാൽ 6-7 വർഷം കഴിയുമ്പോൾ ആ തെങ്ങും തൈ വളർന്ന് തെങ്ങായി കഴിയുമ്പോൾ ആ തെങ്ങിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തിൽ ദൃഷ്ടി ഊന്നിയാണ് പ്രതിഫലം കിട്ടാത്ത 6-7 വർഷങ്ങൾ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഒരു റബ്ബർ നടുന്നൊരു കർഷകനെ കുറിച്ച് ചിന്തിക്ക്. റബ്ബർ തൈ നട്ട് പിറ്റേ ദിവസം തൊട്ട് വെട്ടി പാലെടുക്കുന്നുണ്ടോ? റബ്ബർ തൈ നട്ട് 6-7 വർഷങ്ങൾ പകല് ഈ റബ്ബർ തോട്ടത്തിന് വേണ്ടി അധ്വാനിക്കുന്നു, പണം മുടക്കുന്നു, വളമിടുന്നു, പരിചരിക്കുന്നു, വേലി കെട്ടുന്നു. ഒരുപാട് പണവും ഒരുപാട് ഊർജവും ഒരുപാട് അധ്വാനവും ആ റബ്ബർ തൈകൾക്ക് വേണ്ടി ഉടമസ്ഥൻ ചെലവഴിക്കുന്നു. അങ്ങനെ 6-7 വർഷം ഒരുപാട് പണം ചെലവഴിക്കുമ്പോൾ ഒരു ചില്ലി പൈസ പോലും തിരിച്ചു കിട്ടുന്നില്ലെങ്കിലും ഈ പണം ചെലവഴിക്കാൻ വേണ്ടി ആ ഉടമസ്ഥനെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന ഘടകം, നാളെ ഈ റബ്ബർ തൈകൾ വളർന്ന് റബ്ബർ മരമായി കഴിയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിൽ ദൃഷ്ടി ഊന്നിയാണ് ഇപ്പോൾ പ്രതിഫലം ഇല്ലാത്ത കാലത്ത് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെ തന്നെ പകലുകൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു കുഞ്ഞ് അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിന് കാരണം എന്താണ്? നാളെ പരീക്ഷ എഴുതി നല്ല റിസൾട്ട് വന്ന് അങ്ങനെ ഓരോ ക്ലാസ്സും ജയിച്ച് അങ്ങനെ ജോലി നേടി ഭാവി ജീവിതത്തിൽ ഇന്ന് പഠിക്കുന്ന ഈ പഠനം കൊണ്ട് നാളെ ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിൽ ദൃഷ്ടി ഊന്നിയാണ് ഇന്ന് അധ്വാനിക്കുന്നത്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഈ ലോകത്തിൽ ഓരോ വ്യക്തികളും കടന്ന് അധ്വാനിക്കുന്നത് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യത്തിന്റെ ഒരു പൈതൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണിത്. ഇന്ന് പ്രതികൂലങ്ങൾ നിറഞ്ഞ സങ്കീർണങ്ങളായ എതിർപ്പുകളുടെ നടുവിൽ ദൈവരാജ്യത്തിനു വേണ്ടി ലോക സുഖങ്ങൾ ഉപേക്ഷിച്ച് വിശുദ്ധിയിലും ദൈവഭയത്തിലും വിശുദ്ധിയിലും ജീവിക്കണമെങ്കിൽ ഇന്ന് വരുന്ന നഷ്ടങ്ങൾ ഒരു നഷ്ടങ്ങളായി തോന്നാതെ ഇന്ന് വരുന്ന നഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും നടുവിൽ സന്തോഷത്തോടെ യേശുക്രിസ്തുവിനെ ആരാധിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുവഴി നാളെ ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ത് പ്രതിഫലമാണ് യേശുക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ളത്? യേശുക്രിസ്തു നമുക്കായി വ്യക്തമായി നൽകിയിട്ടുള്ള വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഈ കഷ്ടതകൾക്കൊടുവിൽ ഈ ലോകത്തിൽ ദൈവവചനം പാലിച്ചു ജീവിക്കാൻ, ദൈവത്തെ ആരാധിച്ച് ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, ദൈവവചനം ജീവിക്കാൻ ആവശ്യമായ ഓരോ കഷ്ടപ്പാടും എടുത്ത് ഞാനും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ ആ നാമത്തിന് വേണ്ടി ഈ ലോകത്തിന്റെ വഴികളെ ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിന്റെ വഴികളിൽ നടക്കാൻ വേണ്ടി ത്യാഗങ്ങളും കഷ്ടതകളും എടുക്കുമ്പോൾ അതിന് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ് മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 42-43 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. 43-ാമത്തെ വാക്യം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത്: അപ്പോൾ അവർ അവിടുത്തെ മുഖം ദർശിക്കും, അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. ദൈവമായ കർത്താവിനെ മുഖാഭിമുഖം ദർശിച്ച് ദൈവത്തോട് കൂടെ യുഗായുഗങ്ങളോളമുള്ള നിത്യതയാണ് എനിക്കും നിങ്ങൾക്കും ദൈവമായ കർത്താവ് വാഗ്ദാനമായി നൽകിയിട്ടുള്ളത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകും. ഇത് നശ്വരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് നശിച്ചേ മതിയാവൂ. എന്നാൽ നശ്വരമല്ലാത്ത അനശ്വരമായ ഒരു ലോകം, അനശ്വരമായൊരു രാജ്യം ദൈവപുത്രൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുലിഖിതം, ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകും, എന്നാൽ ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം, യേശു ക്രിസ്തു ദൈവപുത്രൻ അവിടുത്തെ പരിശുദ്ധമായ അധരങ്ങളോട് പഠിപ്പിക്കുകയാണ്, ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഈ പ്രതിഫലത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്ക് എത്ര വ്യക്തമായി ലഭിക്കുന്നുവോ അത്ര കണ്ട് തീഷ്ണതയോടെ അതിനുവേണ്ടി അധ്വാനിക്കാൻ ഞാനും നിങ്ങളും ഒരുങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ പ്രിയരായ പ്രവാചകന്മാര് അനുവർത്തിച്ചിരുന്ന വഴികളെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ മോശ പ്രവാചകനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 26-ാം വാക്യം, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി ഉറപ്പിച്ചിരുന്നത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കേണ്ടി വന്ന നിന്ദനങ്ങൾ ഒരു ഭാഗത്ത്, ദൈവത്തെ പ്രതി സഹിക്കേണ്ടി വന്ന കഷ്ടങ്ങൾ, നിന്ദനങ്ങൾ, പരിത്യക്താവസ്ഥ, പരിഹാസം, പുച്ഛം, എല്ലാം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഈജിപ്തിലെ നിധികൾ, ഈജിപ്തിലെ വലിയ പ്രോസ്പെരിറ്റി, സമ്പന്നത, സ്ഥാനമാനങ്ങൾ, അധികാരം, പദവി, ലോകത്തിന്റെ കയ്യടി, പേര്, പെരുമ, പ്രശസ്തി, ഇത് മറുഭാഗത്ത്. ഈ രണ്ടിനുമിടയിൽ പ്രവാചകൻ ഒരു തീരുമാനം, ദൈവത്തിന്റെ പൈതൽ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. അപ്പോൾ ദൈവത്തിന്റെ പൈതലെടുത്ത ആ തീരുമാനമെടുക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പൈതല് ദൃഷ്ടി ഉറപ്പിച്ചത് ഇന്നത്തെ പാസിംഗ് ആയ, ഇവിടുന്ന് കടന്നു പോകുന്ന നശ്വരമായ ഈ ലോകത്തിന്റെ നേട്ടത്തിലല്ല ദൈവത്തിന്റെ പൈതല് ദൃഷ്ടി ഉറപ്പിച്ചത്. അതാണ് ഹെബ്രായ 11:26 വായിക്കുന്നത്, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി ഉറപ്പിച്ചത്. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്ന്. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ സഹിച്ചു നിന്ന്. പ്രതിഫലത്തെക്കുറിച്ച് തിരിച്ചറിവുള്ളവർക്ക് മാത്രമേ കോപത്തിന്റെയും എതിർപ്പിന്റെയും പലതരത്തിലുള്ള ഭീഷണികളുടെയും സമ്മർദ്ദത്തിന്റെയും നടുവിൽ അണുവിട വ്യത്യാസം കൂടാതെ ഇടം വലം തിരിയാതെ യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ മുറുകെ പിടിച്ച് ലോകത്തിന്റെ കളങ്കമേക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കാൻ കഴിയുക. പ്രിയ പൈതലേ, ഇന്ന് എന്റെയും നിങ്ങളുടെ ഹൃദയത്തെ ഞാനും നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ലോകത്തിന്റെ ഒരുപാട് സമ്മർദ്ദങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വിശുദ്ധിയെ നശിപ്പിച്ച് ലോകപ്രകാരമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ തിരുലിഖിതം, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. നമ്മുടെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഈ ലോകത്തിന്റെ വലിയ മഹിമയല്ല, ഈ ലോകത്തിലല്ല നമ്മുടെ നിത്യരാജ്യം. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നാടും നഗരവുമുണ്ട്, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൂടാരങ്ങളുണ്ട്, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയുണ്ട്. അവിടേക്ക് പ്രതിഫലം ശേഖരിച്ചു കൂട്ടാൻ വേണ്ടിയല്ലേ എന്നോടും നിങ്ങളോടും കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ നാം എന്താ കേട്ടിട്ടുള്ളത്, നാം എന്താ വായിച്ചിട്ടുള്ളത്? കള്ളന്മാർ കടന്നു വരാത്തതും തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്തതുമായ നിത്യരാജ്യത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടിവെക്കണമെന്നല്ലേ യേശുക്രിസ്തു പഠിപ്പിച്ചത്? ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം, ഓ ദൈവമേ, ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടവരാകാതെ,
ഈ ലോകത്തിൽ സമചിത്തതയെ ഉണർന്നിരുന്ന് സാത്താനോടും അവന്റെ ദൂതന്മാരോടും പോരാടി ലോകമോഹങ്ങളോട് വിട പറഞ്ഞ് സ്ഥിരചിത്തതയോടെ സമചിത്തതയോടെ ഈ ലോകത്തിന്റെ പ്രവണതകൾക്ക് അടിമപ്പെടാതെ വചനപ്രകാരം ജീവിച്ച് അടിക്കടി മുന്നേറാൻ ഞങ്ങളുടെ അന്തരാത്മാവിനെ ഉണർത്തണമേ. എഫേസൂസ് 5:17 ബോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവിൻ. ഗലാത്യ 6:8 സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കുന്നു, ആത്മാവിനായി വിതയ്ക്കുന്നവനാട്ടെ ആത്മാവിൽ നിത്യജീവൻ കൊയ്തെടുക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ മക്കളെ സ്പർശിക്കണമേ കർത്താവേ. ലോകമോഹങ്ങൾ, പാപസുഖങ്ങൾ, തിന്മയുടെ കൂട്ടുകെട്ടുകൾ, അന്ധകാരങ്ങൾ ഇവ നിമിത്തം ബന്ധിക്കപ്പെട്ട ആത്മാക്കൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ജ്ഞാനത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 22-ാം തിരുലിഖിതം. വിശുദ്ധിയുടെ പ്രതിഫലത്തെ അവർ പ്രതീക്ഷിച്ചില്ല, നിരപരാധർക്കുള്ള സമ്മാനത്തെ അവർ വിലവെച്ചില്ല. അൽഫോൻസാമയും ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനും അനേകം വിശുദ്ധന്മാരും പൂർവ്വപിതാക്കന്മാരെല്ലാം ഈ ലോകത്തിലാണ് ജീവിച്ചിരുന്നതെങ്കിലും ഈ ലോകത്തിനതല്ല എന്ന മട്ടിൽ സ്വർഗരാജ്യത്തിലുള്ള പ്രതിഫലത്തെ നോക്കിക്കൊണ്ട് ജീവിച്ചു പോയല്ലോ കർത്താവെ. ഞങ്ങളുടെ കാലഘട്ടത്തിലും ഉണർന്ന് ശക്തിയോടെ വീര്യപ്രതാപത്തോടെ യേശുക്രിസ്തുവിന്റെ വിശുദ്ധിയെ മുറുകെ പിടിച്ച് ജീവിക്കാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. തളർന്നവർ ശക്തി പ്രാപിക്കട്ടെ, ദുർബലർ ബലം പ്രാപിക്കട്ടെ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെയോ മനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോ എൻ മനം എന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമായി. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് സകല മർത്യരുടെയും മേൽ മനസ്സലിവോടെ ഇടപെടുന്ന മഹത്വത്തിന്റെ രാജാവായ ഈശോ ഈ നിമിഷങ്ങളിൽ എന്നെയും നിങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും തൊട്ട് അനുഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ സന്നിധി ഹൃദയം തുറക്കാം. 2 കരങ്ങൾ യേശുക്രിസ്തുവിന്റെ പക്കലേക്ക് ഉയർത്താം. രോഗികൾ ഈ നിമിഷത്തിൽ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. നിത്യതയിലേക്ക് താല്പര്യം നഷ്ടപ്പെട്ട് ലോകത്തിന്റെ വഴികൾ മാത്രം സ്വീകാര്യമായി തോന്നുന്ന ഓരോ മകനും മകളും കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്റെ ആത്മാവിന്റെ തകർന്നൊരവസ്ഥ എവിടുന്ന് കാണണം, എന്റെ മനസ്സിന്റെ തകർന്ന അവസ്ഥകൾ കാണണം കർത്താവേ. ജഡമോഹങ്ങളാണ് എന്നെ ഭരിക്കുന്നത്, പാപമോഹങ്ങളാണ് എനിക്ക് സ്വീകാര്യമായിട്ടുള്ളത്. എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണ കർത്താവേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഹൃദയം നുറുങ്ങി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാ ഈ സമയത്ത് ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകം രോഗികൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഹാലലുയ്യ. കിടക്കയിൽ കിടന്ന് വേദനയോടെ കരയുന്ന രോഗിയെ കർത്താവ് സ്പർശിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നടക്കാൻ പറ്റാത്ത വിധം കൈകാലുകൾ തളർന്ന് ദുർബലമായ ശാരീരിക അവസ്ഥയോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എല്ലാ രോഗികളും കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. തകർന്ന കുടുംബങ്ങൾ കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. നിത്യത നഷ്ടപ്പെട്ട ആത്മാക്കൾ കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. ഹല്ലേലൂയ. പാപത്തിന്റെ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും ചങ്ങലകളും മുറിഞ്ഞു മാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ മനം നീറുമ്പോ എന്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമായി. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ.
മേഴ്സി. ഞാൻ മേഘാലയ സ്റ്റേറ്റിൽ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. എനിക്ക് 3 മക്കളുണ്ട്. അതിൽ രണ്ടാമത്തെ മകളെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി പരീക്ഷ നടക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഭയമാണ്. ഭയം വന്നാൽ ഉടനെ കൈകാലുകൾ വിറയ്ക്കും, തണുക്കും, ഒരേ കരച്ചില്, യാതൊന്നും കഴിക്കുകയില്ല. ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നില്ല മമ്മി, ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നില്ല എന്നൊരേ കരച്ചില്. അങ്ങനെ എല്ലാ പരീക്ഷയ്ക്കും യൂണിറ്റ് ടെസ്റ്റ് ആയാലും ടെർമിനൽ ടെസ്റ്റുകളായാലും 2ഉം 3ഉം പരീക്ഷകൾ അവൾ എഴുതുകയില്ല. അങ്ങനെ ആയിരിക്കുന്ന വേളയിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം ഞങ്ങൾ കാണുവാനിടയായി. ആ സമയത്ത് ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെപ്പറ്റി പറയുകയും കുട്ടികൾക്കുണ്ടാകുന്ന ഭയത്തെപ്പറ്റിയായിരുന്നു അന്നത്തെ വിഷയം. ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുട്ടികളെ 2 പേരെ അടുക്കൽ വിളിക്കുകയും ഞങ്ങളവിടെ മുട്ടുകുത്തി ആരാധനയുടെ സമയത്ത് എൻ്റെ മകളുടെ മേൽ ഞാനും എൻ്റെ ചെറിയ മകളും കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അവൾക്ക് ഭയം കുറഞ്ഞു വരികയും ഈ വർഷം 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന എൻ്റെ മകൾ ഹാഫ് ഇയർലി എക്സാമിനും ആനുവൽ എക്സാമിനും പൂർണ്ണമായി പരീക്ഷകൾ എഴുതുകയും സ്കൂളിൽ 1ാമതായി വിജയം നേടുകയും ചെയ്തു. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഞാൻ തലശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. തലശ്ശേരിയിൽ നിന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. എന്റെ ഇടവക ചാലി പള്ളിയാണ്. ഒത്തിരി എനിക്ക് ദൈവ സൗഖ്യം തന്നിട്ടുണ്ട്. ഇതുവരെ എനിക്ക് സാക്ഷി പറയാനോ ഒന്നിനും എനിക്ക് സാധിച്ചില്ല. ഞാൻ ഷാലോം ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുമോ? അഭിഷേകാഗ്നിയാണോ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ കണ്ടുപിടിക്കും. ഞാൻ വീണപ്പോഴേ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഡോക്ടറെ ഇരിക്കാൻ പാടില്ല, കിടന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ശേഖരത്തിൽ പായ വിരിച്ച് നിലത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു, ഒരു സഹോദരി വീണിട്ട് ഇരിക്കാൻ പറ്റുന്ന സഹോദരി ദൈവം തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. വീണിട്ട് ഇരിക്കാൻ പോലും പറ്റാത്ത ഒരു സഹോദരിയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ആ പ്രോഗ്രാമിന്റെ സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു. ആ സമയത്ത് എന്തുണ്ടായത്? അപ്പോഴെനിക്ക് നല്ല വേദന വന്നു. പിന്നെ ഇന്ന് വരെ ആ വേദന വന്നില്ല, ഞാൻ സമാധാനത്തിൽ ഇരിക്കുന്നുണ്ട്. അനൗൺസ് ചെയ്ത ആ സമയത്ത് തന്നെ ശരീരത്തിൽ പെട്ടെന്നൊരു വേദന അങ്ങോട്ട് പെരുകി, അങ്ങോട്ട് വർദ്ധിച്ച്, അതോടുകൂടി ശരീരത്തിന്റെ വേദന പിന്നെ ഇന്ന് വരെ വേദന ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, കരങ്ങൾ ഉയർത്തിയടിച്ച് പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും.